ഓരോ കൊച്ചു കുട്ടിക്ക് പോലും ഉറക്കെ പേര് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള കൊച്ചു കുട്ടികളെ ഒരു അപ്പൂപ്പന്റെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മനുഷ്യൻ, പകരം വെക്കാനാവാത്ത നേതാവ്, ആരെയും തട്ടിയെറിയാത്ത ഏത് പ്രതിസന്ധിയെയും ശാന്തതയോടെ നേരിടുന്ന പുതുപ്പള്ളി എന്ന കൊച്ചു നാടിനെ ലോകത്തിന് മുൻപിൽ എത്തിച്ച പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞൂന്, കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ബാലജന സഖ്യത്തിലൂടെ പൊതുരംഗത്തേക്ക് പ്രവേശനം, പിന്നീട് KSUവിലൂടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 1970 CPM സിറ്റിംഗ് MLA ആയിരുന്ന EM ജോർജിനെ 7288 വോട്ടിന് പരാജയപ്പെടുത്തി ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി സ്വന്തമാക്കി. പിന്നീട് പുതുപ്പള്ളിക്കൊപ്പം 50 വർഷത്തെ സുവർണ നിയമസഭ സാമാജികത്വം. അദ്ദേഹം തൊഴിൽ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രാജ്യത്ത് ആദ്യമായി തൊഴിലില്ലായ്മ വേതനം നൽകിയതും ചുമട്ടുതൊഴിലാളി നിയമനവും ചെങ്കൽ ചൂള പുനരധിവാസവും നടത്തിയത്. പിന്നീട് 1981 ആഭ്യന്തരമന്ത്രി ആയപ്പോൾ പോലീസ് യൂണിഫോമിൽ പരിഷ്കാരം നടത്തി. പിന്നീട് 2004 ഓഗസ്റ്റ് 31 ആദ്യമായി മുഖ്യമന്ത്രി പദവിയിലെത്തുന്നത്. വികസനവും കരുതലും എന്ന മുദ്രാവാക്യവുമായി ഭരണത്തുടക്കം. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണം യാഥാർത്ഥ്യമായത്. അതുപോലെ കണ്ണൂരിൽ ഒരു വിമാനത്താവളം എന്ന സ്വപ്ന ചിറകുകൾക്ക് വേഗത കൂടിയത്. ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ജനസമ്പർക്ക പരിപാടിയെ കുറിച്ച് എന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ഓർമ്മ വരുന്നു. നാടിന്റെ ഒരു ആവശ്യത്തിനു വേണ്ടി ജനസമ്പർക്ക പരിപാടിയിൽ പുലർച്ചെ 2 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ തെല്ലും മടുപ്പില്ലാതെ ക്ഷമയോടെ ജനങ്ങളെ കേൾക്കുന്ന ആ വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്ക പരിപാടിക്കാണ് 2013 UN പുരസ്കാരം തേടിയെത്തിയത്. ജനങ്ങൾക്കൊപ്പം നടന്ന് ജനങ്ങളെ സ്നേഹിച്ച ഈ വലിയ മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കാരുണ്യയിൽ 1.42 ലക്ഷം പേർക്ക് 1200 കോടി രൂപ ധനസഹായം നൽകി. ഗുരുതരമായ 11 ഇനം രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട രോഗികൾക്ക് 2 ലക്ഷം രൂപ വരെ നൽകിയിരുന്ന പദ്ധതിയായിരുന്നു ഇത്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് ഇതിനു വേണ്ട തുക സമാഹരിച്ചിരുന്നത്. എന്നാൽ LDF സർക്കാർ കാരുണ്യ ലോട്ടറി ആരോഗ്യ വകുപ്പിൽ നിന്നും ധനവകുപ്പിലേക്ക് മാറ്റിയതോടെ കാരുണ്യ ചികിത്സാ സഹായം നിലച്ച മട്ടായി. അതുപോലെ ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് 3 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായമായ സുഹൃതം പദ്ധതിയും ഫണ്ട് ഇല്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം ഏതാണ്ട് മരവിച്ച മട്ടാണ്. ശ്രവണ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ശ്രുതി തരംഗ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയിലൂടെ 652 കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നൽകി. എന്നാൽ LDF സർക്കാരിന്റെ കാലത്ത് 2020 വരെ 391 കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിച്ചത്. ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് എന്ന മനോഹര പ്രസംഗത്തിലൂടെ ലോക മനസ്സിൽ ഇടം നേടിയ മാർട്ടിൻ ലൂതർ കിങ് എന്ന ജനകീയ നേതാവിനെയാണ് പലപ്പോഴും ഓർമ്മ വരിക. അദ്ദേഹത്തെ പോലെ എല്ലാവരെയും വലുപ്പച്ചെറുപ്പമില്ലാതെ പരിഗണിക്കുന്ന ഈ വലിയ മനുഷ്യൻ, ഒരു നേതാവ് എന്തായിരിക്കണം എന്നതിന് വലിയൊരു മാതൃകയാണ്. കാലം ഇദ്ദേഹത്തിന് നൽകിയ കാവ്യനീതിയിലൂടെ എതിരാളികളോട് യാതൊരു പരിഭവവുമില്ലാതെ നിഷ്കളങ്കമായ ആ ചിരിയോടെ ആ വലിയ മനുഷ്യൻ, ഞങ്ങളുടെ പ്രിയ നേതാവ്, പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞോന് കേരള മണ്ണിലൂടെ നടക്കുകയാണ് സാധാരണക്കാർക്കൊപ്പം ചേർന്ന്.